മതേതരത്വത്തിന്റെ സങ്കല്പം അത് ഇനിയും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ, നമ്മുടെ മുൻഗാമികളായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്തതുപോലെ അവരുടെ പിന്മുറക്കാരാവാൻ നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട്. നാം തോളോട് തോളൊരുമി നിൽക്കേണ്ടതുണ്ട്. ഇവിടെ രാജ്യത്തെ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും മതമില്ലാത്തവനുമെല്ലാം ഒന്നിച്ചൊന്നായി നിന്ന് രാജ്യത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരടിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം കൊടുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പുത്തൻ പ്രസ്ഥാനം, ഈ പുതിയ പ്രസ്ഥാനം നിങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഈ പുതിയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യക്കാരോട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഫ്രീഡം ഓഫ് ഇന്ത്യ എന്ന് കൊട്ടാരത്തിന്റെ മുമ്പിൽ ഉറക്കെ ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും പിന്മുറക്കാർക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടരെ, സാധിക്കേണ്ടതുണ്ട്. അഥവാ രാജ്യത്തിന്റെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം, രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പോരാടാം. ഈ പോരാട്ടത്തിൽ മുസ്ലിം രക്തത്തോടൊപ്പം ദളിത് രക്തത്തെയും നമുക്ക് കൂട്ടാം. രക്തബന്ധുക്കളുടെ കൂട്ടായ്മ ഇവിടെ പിറക്കട്ടെ. 1.5 വർഷക്കാലം മാത്രം പ്രായമായ ഒരു കുഞ്ഞു രാഷ്ട്രീയ പാർട്ടി ഇതാ അതിന്റെ കുഞ്ഞു 2 കാലുകളിൽ ഓടുകയാണ്, ശക്തിയുക്തം ഓടുകയാണ്. നിങ്ങൾക്കറിയുമോ മുസ്ലിം ലീഗിന്റെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗിന്റെ ഗതി വളരെ അധോഗതിയിലാണ് സമൂഹം. പണ്ട് ഞാൻ ഓർക്കുന്നു 2000-2001 ഞങ്ങൾ ചെയ്തു കൂട്ടിയ ചില പരിപാടികൾ 2000 മുതൽ തന്നെ സമൂഹത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി സമൂഹത്തിന്റെ പ്രീതി സമ്പാദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹം ഇന്നും ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയായിരുന്നു. പരീക്ഷാ വിജയ സൂത്രം പോലെയുള്ള പവിത്ര പരിപാടികൾ, SSLC +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഏത് കോഴ്സിന് പോകാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, ലീഡർഷിപ്പ് ക്ലാസുകൾ, ടൈം മാനേജ്മെന്റ് ക്ലാസുകൾ എന്നിത്യാദി വ്യത്യസ്ത വിഷയങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിലെ നിങ്ങൾ അറിയുമായിരിക്കും MP അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മുദ്രകുത്തി ഒരു പരിപാടിയും നടത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ പരിപാടിക്ക് 10, 65, 100 ഒക്കെ കുട്ടികൾ വന്ന് നിൽക്കുമ്പോ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ വിളിക്കും. മാന്യനായ ബഹുമാന്യനായ സഹോദര, താങ്കളൊന്നും ഒന്ന് ഉദ്ഘാടനം ചെയ്യും. ശരി, ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരാം. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാലോ പിറ്റേ ദിവസം ചന്ദ്രിക ദിനപത്രത്തിൽ ഞാൻ തെളിവ് കാണിക്കാം. ചന്ദ്രിക ദിനപത്രത്തിൽ ഫോട്ടോ സഹിതം എഴുതി വരെയാണ് മുസ്ലിം ലീഗിന്റെ കണ്ടന്തര ബ്രാഞ്ച് കമ്മിറ്റി നടത്തിയ പരിപാടി എന്ന വ്യാജേന. അതിനു മുമ്പ് തീവ്രവാദികൾ നടത്തുന്ന പരിപാടിക്ക് വേണ്ടി കഴിയുന്നതിന്റെ മാക്സിമം പരമാവധി പാറവണിത അതേ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ പ്രോഗ്രാം വിജയിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടേതാണെന്ന് പറയുന്ന, പണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സ്വഭാവം അത് ഞമ്മന്റെയാന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. തെക്കേൽ ആന പ്രസവിച്ചു എന്ന് പറയുമ്പോ പേര് മാത്രം കേട്ട് ആനയാണെന്ന് മനസ്സിലാവാതെ അതും ഞമ്മന്റെയാണെന്ന് പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമാണ് പെരുമ്പാവൂരിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എനിക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങിയത് ഞാൻ ഈ അടുത്തിടെ കേട്ടു. ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് യുവ ക്രീഡ ഔർ ഖേൽ അഭിയാൻ എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന ക്ഷേമ മന്ത്രാലയം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും സ്പോർട്സ് ഐറ്റംസ് നടത്തി. നാളെ പരിപാടി നടത്തുന്നതിന് ഇന്നാണ് വിവരം കിട്ടിയത്. കൗൺസിലർമാരായ ഞങ്ങൾ 2-3 പേര് വളരെ ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിപാടി വിജയിപ്പിക്കാൻ രംഗത്ത് വന്നു. അവസാനം ഞാൻ പ്രതിനിധീകരിക്കുന്ന വെങ്ങോല പഞ്ചായത്തിനും വാഴക്കോൺ പഞ്ചായത്തിനും യഥാക്രമം 1ഉം 2ഉം ഓവറോൾ ചാമ്പ്യൻഷിപ്പും 20,000 രൂപയുടെയും 12,000 രൂപയുടെയും ക്യാഷ് പ്രൈസും കിട്ടി. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ SDP കൗൺസിലർ ജയിച്ചപ്പോ തന്നെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടി തുടങ്ങിയപ്പോ, പ്രിയമുള്ളവരെ, ഇതേ കൂട്ടര് അവിടെ തൊട്ടടുത്ത് മറ്റൊരു മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ഉണ്ട്. എന്റെ തൊട്ട് അയൽവാസിയാണ് അദ്ദേഹവും നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയും കുടുംബ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് പറയാ, അനസിന്റെ കൂടെ പോകരുതേ, കൈവെട്ട് മുന്നണിയാണ്, അവരുടെ കൂടെ പോകരുതേ എന്ന്. ഈ അർത്ഥത്തിൽ വളരെ ബാലിശമായ, വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണ് നേതൃത്വങ്ങളിൽ മാത്രം പാർട്ടി പ്രവർത്തനം എന്ന തലത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, 2ാം ക്ലാസ്സിൽ ഭാഷാപരിചയം എന്ന പുസ്തകത്തിലൂടെ ചിന്നമ്മ ടീച്ചർ എനിക്ക് പകർന്നു നൽകിയ ഒരു ചെറിയ കവിതാശകലം നിങ്ങളൊന്ന് മൂടുമോ? നിങ്ങളൊന്ന് ചുണ്ടുകളിട്ട് ആ ഇരടികളൊന്ന് മൂടുമോ? ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം.
ജയ് SDPI, ജയ് ഹിന്ദ്.